സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ക്ലാസ്സിലൂടെ ചെയ്യാൻ പോകുന്നത് ഒരു മോക്ക് ടെസ്റ്റ് ആണ്. സെലക്ട് ചെയ്തിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുക. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, വിറ്റാമിൻ B1ന്റെ രാസനാമം എന്താണ്? വിറ്റാമിൻ B1ന്റെ രാസനാമം എന്താണ്? തയമിൻ. വിറ്റാമിൻ B1ന്റെ രാസനാമം തയമിൻ. അടുത്ത ചോദ്യം, ഗാന്ധിജി ഇടപെട്ട കേരളത്തിലെ ആദ്യ സത്യാഗ്രഹം ഏതാണ്? ഗാന്ധിജി ഇടപെട്ട കേരളത്തിലെ ആദ്യത്തെ സത്യാഗ്രഹം ഏത്? വൈക്കം സത്യാഗ്രഹമാണ്. വൈക്കം സത്യാഗ്രഹമാണ് ഗാന്ധിജി ഇടപെട്ട കേരളത്തിലെ ആദ്യത്തെ സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹം. P.K. കാളൻ ഏത് കലയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? P.K. കാളൻ ഗദ്ദികയാണ്. ഗദ്ദിക കലാകാരനാണ് P.K. കാളൻ. P.K. കാളൻ ഗദ്ദിക കലാകാരനാണ്. ഇന്ത്യ വിക്ഷേപിച്ച ആദ്യത്തെ സമ്പൂർണ്ണ കാലാവസ്ഥാ പഠന ഉപഗ്രഹം ഏത്? ഇന്ത്യ വിക്ഷേപിച്ച ആദ്യത്തെ സമ്പൂർണ്ണ കാലാവസ്ഥാ പഠന ഉപഗ്രഹം ഏതാണ്? കൽപ്പന 1 ആണ്. കൽപ്പന 1. ഇന്ത്യ വിക്ഷേപിച്ച ആദ്യത്തെ സമ്പൂർണ്ണ കാലാവസ്ഥാ പഠന ഉപഗ്രഹമാണ് കൽപ്പന 1. ഇന്ത്യ ടുഡേ എന്ന പുസ്തകം രചിച്ചത് ആര്? ഇന്ത്യ ടുഡേ എന്ന പുസ്തകം രചിച്ചത് ആര്? R.P. ദത്ത്. R.P. ദത്ത് ആണ് ഇന്ത്യ ടുഡേ എന്ന പുസ്തകം രചിച്ചത്. R.P. ദത്ത്. എലിപ്പനി ഉണ്ടാക്കുന്ന രോഗാണു ഏത്? എലിപ്പനി ഉണ്ടാക്കുന്ന രോഗാണു ലെപ്റ്റോസ്പൈറയാണ്. ലെപ്റ്റോസ്പൈറയാണ് എലിപ്പനി ഉണ്ടാക്കുന്ന രോഗാണു. ലെപ്റ്റോസ്പൈറ. ഒരു തീർത്ഥാടനം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച അദ്ദേഹത്തിന്റെ അവസാനത്തെ കേരള യാത്ര ഏത് വർഷത്തിലാണ് നടന്നത്? ഒരു തീർത്ഥാടനം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച അദ്ദേഹത്തിന്റെ അവസാനത്തെ കേരള യാത്ര ഏത് വർഷത്തിലാണ് നടന്നത്? 1937. 1937. ഒറിയ ഭാഷ ഏത് ഭാഷാ ഗോത്രത്തിൽ പെടുന്നു? ഒറിയ ഭാഷ. ഒറിയ ഭാഷ ഇൻഡോ ആര്യൻ ഭാഷാ ഗോത്രമാണ്. ഇൻഡോ ആര്യൻ ഭാഷാ ഗോത്രത്തിൽ പെടുന്നു ഒറിയ ഭാഷ. ഇൻഡോ ആര്യൻ ഭാഷാ ഗോത്രം. സൂര്യന്റെ താപനില അളക്കുന്ന ഉപകരണം ഏതാണ്? സൂര്യന്റെ താപനില അളക്കുന്ന ഉപകരണം പൈറോഹീലിയോമീറ്റർ. പൈറോഹീലിയോമീറ്റർ. സൂര്യന്റെ താപനില അളക്കുന്ന ഉപകരണമാണ് പൈറോഹീലിയോമീറ്റർ. പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്നത് ആര്? പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്നത് ആര്? P.T. ഉഷയാണ്. P.T. ഉഷയാണ് പയ്യോളി എക്സ്പ്രസ് എന്ന് അറിയപ്പെടുന്നത്. P.T. ഉഷ. തീവണ്ടികളിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന സ്ത്രീകൾക്ക് സഹായം നൽകുവാനും അവരുടെ യാത്രാ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിനുമുള്ള പദ്ധതി ഏതാണ്? തീവണ്ടികളിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന സ്ത്രീകൾക്ക് സഹായം നൽകുവാനും അവരുടെ യാത്രാ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിനുമുള്ള പദ്ധതി ഏതാണ്? മേരി സഹേലി. ഓപ്ഷൻ ബി ആണ് ഉത്തരം. മേരി സഹേലി. ഇന്ത്യയിൽ വ്യാപകമായി നടക്കുന്ന സൈബർ തട്ടിപ്പുകൾ തടയാനായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള സൈബർ ക്രൈം കോർഡിനേഷൻ സെന്റർ വികസിപ്പിച്ച സോഫ്റ്റ്വെയർ ഏത്? ഇന്ത്യയിൽ വ്യാപകമായിട്ട് നടക്കുന്ന സൈബർ തട്ടിപ്പുകൾ തടയാനായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള സൈബർ ക്രൈം കോർഡിനേഷൻ സെന്റർ വികസിപ്പിച്ച സോഫ്റ്റ്വെയർ ഏതാണ്? പ്രതിബിംബ്. സോഫ്റ്റ്വെയറിന്റെ പേര് പ്രതിബിംബ്. സെമി ക്രയോജനിക് എഞ്ചിൻ ഉപയോഗിച്ച് ഇന്ത്യയുടെ ആദ്യ റോക്കറ്റ് ഏതാണ്? സെമി ക്രയോജനിക് എഞ്ചിൻ ഉപയോഗിച്ച് ഇന്ത്യയുടെ ആദ്യത്തെ റോക്കറ്റ് ഏതാണ്? അഗ്നിബാൺ ആണ്. അഗ്നിബാൺ. സെമി ക്രയോജനിക് എഞ്ചിൻ ഉപയോഗിച്ച ഇന്ത്യയുടെ ആദ്യത്തെ റോക്കറ്റാണ് അഗ്നിബാൺ. പുകയില ഉപയോഗം തടയുന്നതിനുള്ള കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ ബ്രാൻഡ് അംബാസിഡറായി 2024 നിയമിക്കപ്പെട്ട ഇന്ത്യൻ ബാഡ്മിന്റൺ താരം ആര്? പുകയില ഉപയോഗം തടയുന്നതിനുള്ള കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ ബ്രാൻഡ് അംബാസിഡറായി 2024 നിയമിക്കപ്പെട്ട ഇന്ത്യൻ ബാഡ്മിന്റൺ താരം ആരാണ്?
PV സിന്ധുവാണ്. PV സിന്ധു. ഈ ഫ്ലോ പാരിസ്ഥിതിക നിരീക്ഷണ സംവിധാനത്തിലൂടെ കേന്ദ്ര ജലശക്തി മന്ത്രാലയം നിരീക്ഷിക്കുന്ന നദി ഏതാണ്? ഈ ഫ്ലോ പാരിസ്ഥിതിക നിരീക്ഷണ സംവിധാനത്തിലൂടെ കേന്ദ്ര ജലശക്തി മന്ത്രാലയം നിരീക്ഷിക്കുന്ന നദി ഏത്? ഗംഗാ നദിയാണ്. ഗംഗാ നദി. ഇന്ത്യയിലെ ഏറ്റവും വലിയ പുള്ളിപ്പുലി സഫാരി പാർക്ക് നിലവിൽ വന്നത് എവിടെയാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ പുള്ളിപ്പുലി സഫാരി പാർക്ക് നിലവിൽ വന്നത് എവിടെയാണ്? ബന്നാർഘട്ട ബയോളജിക്കൽ പാർക്കിലാണ്. ബന്നാർഘട്ട ബയോളജിക്കൽ പാർക്ക്, കർണാടക. ടീസ്റ്റ നദീജലം പങ്കിടുന്നതുമായി ബന്ധപ്പെട്ട കരാറിൽ ഇന്ത്യക്കൊപ്പം ഒപ്പുവെച്ച രാജ്യം ഏതാണ്? ടീസ്റ്റ നദീജലം പങ്കിടുന്നതുമായി ബന്ധപ്പെട്ട കരാറിൽ ഇന്ത്യക്കൊപ്പം ഒപ്പുവെച്ച രാജ്യം ബംഗ്ലാദേശ് ആണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ബംഗ്ലാദേശ്. കുംഫി ഉദയ് ഏത് വിളയുടെ സങ്കര ഇനമാണ്? കുംഫി ഉദയ് ഏത് വിളയുടെ സങ്കര ഇനമാണ്? ഉരുളക്കിഴങ്ങിന്റെ സങ്കര ഇനമാണ് കുംഫി ഉദയ്. ഉരുളക്കിഴങ്ങ്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് ആദ്യമായി എത്തിയ ചരക്കു കപ്പലിന്റെ പേരെന്താണ്? വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് ആദ്യമായിട്ട് എത്തിയ ചരക്കു കപ്പലിന്റെ പേര് സാൻ ഫെർണാണ്ടോ. ഓപ്ഷൻ സി ആണ് ഉത്തരം. സാൻ ഫെർണാണ്ടോ. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് ആദ്യമായിട്ട് എത്തിയ ചരക്കു കപ്പലിന്റെ പേരാണ് സാൻ ഫെർണാണ്ടോ. ചന്ദ്രയാൻ 3 ദൗത്യത്തിന്റെ ഭാഗമായി ചന്ദ്രോപരിതലത്തിൽ സഞ്ചരിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്ത റോവർ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ചന്ദ്രയാൻ 3 ദൗത്യത്തിന്റെ ഭാഗമായിട്ട് ചന്ദ്രോപരിതലത്തിൽ സഞ്ചരിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്ത റോവർ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? പ്രഗ്യാൻ ആണ്. പ്രഗ്യാൻ. ഓപ്ഷൻ ബി ആണ് ഉത്തരം. പ്രഗ്യാൻ. UGCയുടെ കാറ്റഗറി 1 ഗ്രേഡ് ലഭിക്കുന്ന സംസ്ഥാനത്തെ ആദ്യ സർവകലാശാല ഏത്? UGCയുടെ കാറ്റഗറി 1 ഗ്രേഡ് ലഭിക്കുന്ന സംസ്ഥാനത്തെ ആദ്യത്തെ സർവകലാശാല ഏത്? MG യൂണിവേഴ്സിറ്റി ആണ്. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി. MG യൂണിവേഴ്സിറ്റി ആണ് UGCയുടെ കാറ്റഗറി 1 ഗ്രേഡ് ലഭിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല. MG യൂണിവേഴ്സിറ്റി. MG യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം എവിടെയാണ് എന്ന് കമന്റ് ചെയ്യുക. ഈ ക്ലാസ്സിൽ നിങ്ങൾക്കായിട്ടുള്ള ചോദ്യം MG യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം എവിടെയാണ് എന്ന് കമന്റ് ചെയ്യുക. സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതിയുടെ പേര് എന്ത്? സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതിയുടെ പേര് അമൃതം ആരോഗ്യം. പദ്ധതിയുടെ പേര് അമൃതം ആരോഗ്യം. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത സൺ സിൻക്രണൈസ്ഡ് എർത്ത് ഒബ്സർവേഷൻ ഉപഗ്രഹം ഏതാണ്? ഇന്ത്യ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ചെടുത്ത സൺ സിൻക്രണൈസ്ഡ് എർത്ത് ഒബ്സർവേഷൻ ഉപഗ്രഹം ഏതാണ്? IRS-1A ആണ്. IRS-1A. ഇന്ത്യ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ചെടുത്ത സൺ സിൻക്രണൈസ്ഡ് എർത്ത് ഒബ്സർവേഷൻ ഭൗമ നിരീക്ഷണ ഉപഗ്രഹമാണ് IRS-1A. 2025 ഇംഗ്ലണ്ടിൽ വെച്ച് നടന്ന കബഡി ലോകകപ്പ് പുരുഷ വിഭാഗം കിരീടം നേടിയ രാജ്യം ഏത്? 2025 എവിടെ വെച്ചാണ്? ഇംഗ്ലണ്ടിൽ വെച്ച് നടന്ന കബഡി ലോകകപ്പ് പുരുഷ വിഭാഗം കിരീടം നേടിയ രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. ഇന്ത്യ. 2025 കബഡി ലോകകപ്പ് പുരുഷ വിഭാഗം നടന്നത് എവിടെയാണ്? ഇംഗ്ലണ്ടിലാണ്. കിരീടം നേടിയത് ഇന്ത്യ. ഇന്ത്യയുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തലസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ട നഗരം ഏത്? ഇന്ത്യയുടെ AI തലസ്ഥാനം. ഇന്ത്യയുടെ AI തലസ്ഥാനം ഹൈദരാബാദ് ആണ്. ഹൈദരാബാദ്. ഇന്ത്യയുടെ AI തലസ്ഥാനം ഹൈദരാബാദ്. 2023 അടയാളം എൻ്റെ ആധാർ പദ്ധതിക്ക് തുടക്കം കുറിച്ച കേരളത്തിലെ ജില്ല ഏതാണ്? 2023 അടയാളം എൻ്റെ ആധാർ പദ്ധതിക്ക് തുടക്കം കുറിച്ച കേരളത്തിലെ ജില്ല കണ്ണൂർ ജില്ലയാണ്. കണ്ണൂർ ജില്ല.
2024 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ആർക്ക്? 2024 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് നിഹോൺ ഹിൻഡാൻക്യോ ആണ്. നിഹോൺ ഹിൻഡാൻക്യോ. 2024 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച സംഘടനയാണ് നിഹോൺ ഹിൻഡാൻക്യോ. നിഹോൺ ഹിൻഡാൻക്യോ. ഇരുട്ടിലും കാഴ്ച സാധ്യമാക്കുന്ന ഇൻഫ്രാറെഡ് കോണ്ടാക്ട് ലെൻസുകൾ വികസിപ്പിച്ചെടുത്ത രാജ്യമേത്? ഇരുട്ടിലും കാഴ്ച സാധ്യമാക്കുന്ന ഇൻഫ്രാറെഡ് കോണ്ടാക്ട് ലെൻസുകൾ വികസിപ്പിച്ചെടുത്ത രാജ്യം ഏതാണ്? ചൈനയാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ചൈന. 2025 G20 ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏത്? 2025 G20 ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്നത് ദക്ഷിണാഫ്രിക്കയാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ദക്ഷിണാഫ്രിക്കയാണ് 2025 G20 ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം. അടുത്ത ചോദ്യം, സംസ്ഥാനത്ത് ഇനി മുതൽ ആന്റിബയോട്ടിക്കുകൾ ഏത് നിറമുള്ള കവറിലാണ് നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്? സംസ്ഥാനത്ത് ഇനി മുതൽ ആന്റിബയോട്ടിക്കുകൾ ഏത് നിറമുള്ള കവറിലാണ് നൽകാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്? നീലയാണ്. നീല. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. നീല. വിഴിഞ്ഞം തുറമുഖ പദ്ധതി താഴെ പറയുന്നതിൽ ഏത് ഗണത്തിൽ പെടുന്നു? വിഴിഞ്ഞം തുറമുഖ പദ്ധതി. വിഴിഞ്ഞം തുറമുഖ പദ്ധതി സംയുക്ത മേഖലയാണ്. വിഴിഞ്ഞം തുറമുഖ പദ്ധതി സംയുക്ത മേഖലയാണ്. ഭാരതത്തിലെ ജനങ്ങളെ റേഡിയോയിലൂടെ അഭിസംബോധന ചെയ്യുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ച മൻ കി ബാത്ത് പരിപാടി ആദ്യമായിട്ട് പ്രക്ഷേപണം നടത്തിയത് എവിടെയാണ്? ഭാരതത്തിലെ ജനങ്ങളെ റേഡിയോയിലൂടെ അഭിസംബോധന ചെയ്യുന്നതിനായിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ച മൻ കി ബാത്ത് പരിപാടി ആദ്യമായിട്ട് പ്രക്ഷേപണം നടത്തിയത് 2014 ഒക്ടോബർ 3 ഓപ്ഷൻ സി ആണ് ഉത്തരം. 2014 ഒക്ടോബർ 3. 2014 ഒക്ടോബർ 3. തനിമ കൃതിക എന്നീ പദ്ധതികൾ ഏത് മേഖലയുമായി ബന്ധപ്പെട്ട കേരള സർക്കാർ നടപ്പാക്കുന്നവയാണ്? തനിമ കൃതിക എന്നീ പദ്ധതികൾ ഏത് മേഖലയുമായിട്ട് ബന്ധപ്പെട്ടതാണ്? കൈത്തറി മേഖലയുമായിട്ട് ബന്ധപ്പെട്ട പദ്ധതികളാണ് തനിമ കൃതിക എന്നിവ. വ്യക്തിയെ തിരിച്ചറിയുവാനുള്ളതാണ് അടുത്ത ചോദ്യം. ഇന്ത്യയുടെ തലസ്ഥാനം കൊൽക്കത്തയിൽ നിന്നും ഡൽഹിയിലേക്ക് മാറ്റിയ വൈസ്രോയി ബംഗാളിൽ നിന്നും ബീഹാറിനെയും ഒറീസയെയും വേർപെടുത്തിയ ഭരണാധികാരി. വ്യക്തിയെ തിരിച്ചറിയുവാനാണ് പറഞ്ഞിരിക്കുന്നത്. തന്നിരിക്കുന്നത് ഇന്ത്യയുടെ തലസ്ഥാനം കൊൽക്കത്തയിൽ നിന്നും ഡൽഹിയിലേക്ക് മാറ്റിയ വൈസ്രോയി ബംഗാളിൽ നിന്നും ബീഹാറിനെയും ഒറീസയെയും വേർപെടുത്തിയ ഭരണാധികാരി. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഹാർഡിഞ്ച് പ്രഭു ആണ്. ഹാർഡിഞ്ച് പ്രഭു. ചുവടെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതെന്ന് കണ്ടെത്തുക. തെറ്റായിട്ടുള്ള പ്രസ്താവന. വരയാടുകളുടെ സംരക്ഷണ കേന്ദ്രമായ ഇരവികുളം പാർക്കിനെ ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിച്ചത് 1978 സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിച്ചത് 1984 കേരളത്തിലെ ആദ്യ ദേശീയോദ്യാനമാണ് ഇരവികുളം. സൈലന്റ് വാലി ദേശീയോദ്യാനം ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുന്നത് അല്ല. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? തെറ്റായിട്ടുള്ള പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. തെറ്റായിട്ടുള്ള പ്രസ്താവന ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി. സൈലന്റ് വാലി ദേശീയോദ്യാനം ലോക പൈതൃക പട്ടികയിൽ എന്താണ്? ഉൾപ്പെടുന്ന ദേശീയോദ്യാനമാണ്. സൈലന്റ് വാലി ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുന്നതാണ്. ഓപ്ഷൻ ഡി ആണ് അപ്പോൾ തെറ്റായിട്ടുള്ള പ്രസ്താവന. എ എന്ന് പറയുന്നത് വരയാടുകളുടെ സംരക്ഷണ കേന്ദ്രമായി ഇരവികുളം പാർക്കിനെ ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിച്ചത് 1978 ശരിയാണ്. ഇരവികുളം പാർക്കിനെ ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിച്ച വർഷം ഏതാണ്? 1978 ശരിയാണ്. ഇനി സൈലന്റ് വാലി ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിച്ച വർഷം ഏതാണ്? 1984 1984. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഏതാണ്? ഇരവികുളമാണ്. ഇരവികുളം. അടുത്ത ചോദ്യം, ചുവടെ പറയുന്ന പർവ്വതങ്ങളെ ഉയരം കൂടിയതിൽ നിന്നും കുറഞ്ഞതിലേക്ക് എന്ന രീതിയിൽ ശരിയായി ക്രമീകരിക്കുക. ഉയരം കൂടിയതിൽ നിന്നും കുറഞ്ഞതിലേക്ക്. ഉയരം കൂടിയതിൽ നിന്നും കുറഞ്ഞതിലേക്ക്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഇവിടെ തന്നിരിക്കുന്നത് ഏതൊക്കെയാണ്? മൗണ്ട് എവറസ്റ്റ്, കാഞ്ചൻജംഗ, നന്ദാദേവി, മൗണ്ട് K2 എന്നിവയാണ്. ഉത്തരം 1, 4, 2, 3. മൗണ്ട് എവറസ്റ്റ്,
അതിനുശേഷമാണ് വരുന്നത് മൗണ്ട് K2, അതിനുശേഷം കാഞ്ചൻജംഗ, ലാസ്റ്റ് നന്ദാദേവി. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? മുഖ്യമന്ത്രിയാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം, മുഖ്യമന്ത്രി. ചുവടെ പറയുന്ന പത്രങ്ങൾ, സ്ഥാപകർ എന്നിവ ശരിയായ രീതിയിൽ ചേരുംപടി ചേർക്കുക. ചുവടെ പറയുന്ന പത്രങ്ങൾ, സ്ഥാപകർ. ഇവിടെ തന്നിരിക്കുന്ന പത്രങ്ങൾ കോമറേഡ്, ബോംബെ ക്രോണിക്കൽ, കർമ്മയോഗി, കോമൺവെൽത്ത്, ലീഡർ എന്നിവയാണ്. ഉത്തരം ഓപ്ഷൻ എ ആണ്. A5, B4, C3, D2, E1. നോക്കാം. കോമറേഡ് മൗലാന മുഹമ്മദ് അലി. കോമറേഡ് മൗലാന മുഹമ്മദ് അലി. ബോംബെ ക്രോണിക്കൽ ആരുടെ പത്രമാണ്? ബോംബെ ക്രോണിക്കൽ ഫിറോസ് ഷാ മേത്ത. ഫിറോസ് ഷാ മേത്ത. കർമ്മയോഗി അരവിന്ദോ ഘോഷ്. കർമ്മയോഗി അരവിന്ദോ ഘോഷ്. കോമൺവെൽത്ത് ആനി ബസന്റ്. കോമൺവെൽത്ത് ആനി ബസന്റ്. ലീഡർ മദൻ മോഹൻ മാളവ്യ. ലീഡർ മദൻ മോഹൻ മാളവ്യ. ഉൽക്കാവർഷ പ്രദേശം എന്നറിയപ്പെടുന്ന അന്തരീക്ഷ പാളി ഏതാണ്? ഉൽക്കാവർഷ പ്രദേശം എന്നറിയപ്പെടുന്ന അന്തരീക്ഷ പാളി ഏതാണ്? മീസോസ്ഫിയർ ആണ്. മീസോസ്ഫിയർ ആണ് ഉൽക്കാവർഷ പ്രദേശം എന്നറിയപ്പെടുന്ന അന്തരീക്ഷ പാളി. മീസോസ്ഫിയർ. ഇലക്ഷൻ കമ്മീഷൻ രൂപീകൃതമായത് എന്ന്. ഇലക്ഷൻ കമ്മീഷൻ രൂപീകൃതമായത് 1950 ജനുവരി 25-നാണ്. 1950 ജനുവരി 25-നാണ് ഇലക്ഷൻ കമ്മീഷൻ രൂപീകൃതമായത്. പണ്ഡിത രമാബായി വിധവകളുടെയും സ്ത്രീകളുടെയും വിദ്യാഭ്യാസത്തിനായി സ്ഥാപിച്ച 2 പ്രധാന സ്ഥാപനങ്ങൾ ഏതെല്ലാമാണ്? പണ്ഡിത രമാബായി വിധവകളുടെയും സ്ത്രീകളുടെയും വിദ്യാഭ്യാസത്തിനായിട്ട് സ്ഥാപിച്ച 2 പ്രധാന സ്ഥാപനങ്ങൾ. ഓപ്ഷൻ സി ആണ് ഉത്തരം. ആര്യ മഹിളാ സമാജ്, ശാരദാ സദൻ. ആര്യ മഹിളാ സമാജ്, ശാരദാ സദൻ എന്നിവയാണ് പണ്ഡിത രമാബായി വിധവകളുടെയും സ്ത്രീകളുടെയും വിദ്യാഭ്യാസത്തിനായിട്ട് സ്ഥാപിച്ച 2 പ്രധാന സ്ഥാപനങ്ങൾ. ആര്യ മഹിളാ സമാജ്, ശാരദാ സദൻ. ഹസാരിബാഗ് ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ഹസാരിബാഗ് ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ജാർഖണ്ഡിലാണ്. ഹസാരിബാഗ് ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ജാർഖണ്ഡ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിൽ എത്ര പ്രതിനിധികളാണ് പങ്കെടുത്തത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ സമ്മേളനത്തിൽ എത്ര പ്രതിനിധികളാണ് പങ്കെടുത്തത്? 72 പേരാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. 72 പേരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തത്. 72 പേർ. കേരളത്തിലെ ആദ്യത്തെ റോഡ് ടണൽ ഏത് ജില്ലയിലാണ്? കേരളത്തിലെ ആദ്യത്തെ റോഡ് ടണൽ സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലാണ്. തൃശ്ശൂർ ജില്ലയിലാണ്. താഴെ തന്നിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ ശരിയായ വ്യക്തി ആരാണെന്ന് തിരിച്ചറിയുക. തന്നിരിക്കുന്നു. ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് 1952 ഒറീസയിൽ ഗവർണറായി ചുമതലയേറ്റു. സർദാർ പട്ടേലിനും നെഹ്റുവിനുമൊപ്പം നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ നിർണായക പങ്കുവഹിച്ചു. സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിൽ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചു. ആരാണ്? VP മേനോനാണ്. VP മേനോൻ. ഈ പോയിന്റ്സും പ്രധാനപ്പെട്ട പോയിന്റ്സുകളാണ്, നോട്ട് ചെയ്യുക. ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആര്? VP മേനോൻ. 1952 അദ്ദേഹം ഒറീസയിൽ ഗവർണറായിട്ട് ചുമതലയേറ്റു. സർദാർ പട്ടേലിനും നെഹ്റുവിനുമൊപ്പം നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ നിർണായക പങ്കുവഹിച്ചു. സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിൽ സെക്രട്ടറിയായിട്ട് പ്രവർത്തിച്ചു. ചെറിയ മുറിവിൽ നിന്ന് പോലും അമിതമായിട്ട് രക്തനഷ്ടമുണ്ടാകുന്ന രോഗാവസ്ഥ ഹീമോഫീലിയാണ്. ചെറിയ മുറിവിൽ നിന്ന് പോലും അമിതമായിട്ട് രക്തനഷ്ടമുണ്ടാകുന്ന രോഗാവസ്ഥയാണ് ഹീമോഫീലിയ. 2026 ഫുട്ബോൾ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കാത്ത രാജ്യം ഏത്? ആതിഥേയത്വം വഹിക്കാത്ത രാജ്യം ഇവിടെ തന്നിരിക്കുന്നു. USA, മെക്സിക്കോ, കാനഡ, ചിലി.
ഓപ്ഷൻ ഡി ചിലിയാണ്. USA, മെക്സിക്കോ, കാനഡ എന്നീ മൂന്ന് രാജ്യങ്ങളിലായിട്ടാണ് 2026 ഫുട്ബോൾ ലോകകപ്പ് നടക്കുന്നത്. റാബി വിളകൾ വിതയ്ക്കുന്നത് ഏത് മാസങ്ങളിലാണ്? റാബി വിളകൾ ഒക്ടോബർ, നവംബർ മാസങ്ങളിലാണ്. ഒക്ടോബർ, നവംബർ മാസങ്ങളിൽ. തിക്കൊടിയൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ ആര്? തിക്കൊടിയൻ പി കുഞ്ഞനന്തൻ നായരാണ്. പി കുഞ്ഞനന്തൻ നായർ. ഈ ക്ലാസ്സിലെ അവസാനത്തെ ചോദ്യമാണ്. 1931 38 ദിവസം നീണ്ടുനിന്ന യാചനായാത്ര നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ്. 1931 38 ദിവസം നീണ്ടുനിന്ന യാചനായാത്ര നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. BT ഭട്ടതിരിപ്പാട്. ഈ ഒരു മോഡൽ ടെസ്റ്റിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് കമന്റ് ചെയ്യുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.